സാമ്പത്തിക തട്ടിപ്പുകളിൽ 4 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്ത ഇഡി. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളിലൂടെ കോടികൾ തട്ടിയതിനാണ് കേസ്. തട്ടിപ്പിന് പിന്നാലെ രാജ്യാന്തര കണ്ണികളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കർണാകരനുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായ അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു. അതിൽ ചെറിയ തുകകൾ മുതൽ കോടിക്കണക്കിന് രൂപകൾ, കോടികൾ വരെ നഷ്ടമായ ആളുകളായിരുന്നു ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരുന്നത്. മാത്രമല്ല, ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക കള്ളപ്പണ ഇടപാടുകൾ നടന്നതിന്റെ ചില സൂചനകൾ ലഭിച്ചു. മാത്രമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഈ പണം വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങളും എല്ലാം തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസുകളെ ഗൗരവമായി കണ്ടുകൊണ്ടാണ് 4 കേസുകളിൽ ഒരുമിച്ച് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകൾ, ഇത്തരത്തിൽ തട്ടിപ്പിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ നമ്പറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഈ തട്ടിപ്പിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചായിരിക്കും അന്വേഷണ സംഘം കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തുള്ള സംഘങ്ങളും ഒപ്പം വിദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും എല്ലാം തന്നെ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകൾ വഴി അടക്കം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നാണ് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ചൈനയിൽ നിന്നാണ് ഈ തട്ടിപ്പുകൾ കൂടുതലുമായി നടന്നിട്ടുള്ളത്. ഈ സംസ്ഥാനത്തിനകത്ത് തന്നെ നിരവധി വിദ്യാർത്ഥികളെ കൊണ്ട് സിം കാർഡുകൾ എടുപ്പിച്ചു, ആയിരക്കണക്കിന് സിം കാർഡുകൾ എടുപ്പിച്ചതിന് ശേഷം ഈ സിം കാർഡുകൾ വിദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. സിം കാർഡുകൾ എടുക്കുന്നതിന് ഒരു കമ്മീഷൻ വിദ്യാർത്ഥികൾക്ക് നൽകുകയും എല്ലാം ചെയ്തു. അങ്ങനെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകാർ പ്രവർത്തിച്ചിരുന്നത് എന്നുകൂടി വ്യക്തമാകുന്നു. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക്, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചന കൂടി അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കേസുകൾ കൂടി ചാർജ് ചെയ്തും അത് അത്രയും ഗൗരവമായി കണ്ടുകൊണ്ടും കൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പ്രധാനമായും ഈ നിലവിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കേസുകളും ഒപ്പം പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ആളുകളെയും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും മുന്നോട്ട് പോവുക. ജിജീഷ് കർണാകരനാണ് വിവരങ്ങൾ നൽകിയത്.